وعليكم السلام ورحمة الله وبركاته. بسم الله الرحمن الرحيم. അതിൻ്റെ ചെറിയ ചോദ്യം. അൽ ബിത്തുറു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ വഹുവ അഫ്ളലു മിൻ ജമീഇർ റവാതിബി. അതിന് ഇല്ലത്ത് പറഞ്ഞത് ലിൽ ഖിലാഫി ഫി ഉജൂബിഹി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് നിർബന്ധമായതുകൊണ്ടാണ് ഹക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ 2 ദിവസത്തെ മുമ്പത്തെ പാഠത്തില് വസ്സലാത്തു അഫ്ളലുൽ ഇബാദത്തിൽ ബദനി ബഅദ ഷഹാദത്തൈനി ഫഫർളുഹാ അഫ്ളലുൽ ഫർളി വനഫ്ലുഹാ അഫ്ളലുൻ നവാഫിലി. ഇതനുസരിച്ച് ഈ ഹക്കും എന്ന് പറഞ്ഞ ഈ വിത്ർ നിസ്കാരം നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഫർള് നിസ്കാരത്തിന്റെ മുഴുവനും റവാത്തിബും അല്ലാത്തതും നിസ്കരിക്കലാണോ അഫ്ളല്? അല്ല, ഈ അബൂ ഹനീഫന്റെ മദ്ഹബിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് മുഅക്കദായ സുന്നത്ത് മാത്രം നിസ്കരിക്കലാണോ അഫ്ളല് എന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ ഇപ്പൊ സൂര്യ പറഞ്ഞത്? പടച്ചോനെ, എന്താ ഇപ്പൊ ഞാൻ ഇങ്ങനെ കാട്ടുക? ഞാൻ പറഞ്ഞതൊന്നും അല്ലാത്ത എന്തൊക്കെ അതിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊടുത്ത് എന്തൊക്കെ ചില തെറ്റായ ധാരണകളാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അൽ വിത്റു ഹഖ്ഖുൻ എന്ന് പറഞ്ഞത് വിത്ർ മുഅക്കദായ സുന്നത്താണ് എന്ന് പറയാനുള്ള ദലീലാണ് ഒന്ന്. അൽ വിത്റു ഹഖ്ഖുൻ എന്ന് പറഞ്ഞ വിത്ർ സുന്നത്താണ് എന്ന് പറഞ്ഞതിന് ദലീലേ ഉള്ളൂ. ലി ഖബരിയാണ് സുന്നത്താണ് എന്ന് പറഞ്ഞതിന് ദലീലാണ്. മനസ്സിലാക്കാത്ത എന്താങ്ങള്? അൽ വിത്റു ഹഖ്ഖുൻ എന്ന് പറഞ്ഞത് എന്തിനാണ് തെളിവ്? വയുസന്നു വിത്റുൻ ഐ സ്വലാത്തു, വിത്ർ നിസ്കാരം സുന്നത്താക്കപ്പെടും. എന്തുകൊണ്ട്? ലി ഖബരി അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും വിത്ർ നിസ്കരിക്കൽ കടമയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ട് വിത്ർ സുന്നത്താണ്. അതവിടെ കഴിഞ്ഞു. സുന്നത്താണ് എന്നുള്ളതിന്റെ തെളിവാണ് അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇനി രണ്ടാമത് മറ്റൊരു വിഷയം പറയുന്നത് വഹുവ അഫ്ളലു, ഈ വിത്ർ നിസ്കാരം അഫ്ളലാണ് മിൻ ജമീഇർ റവാതിബി, മറ്റെല്ലാ റവാതിബ് സുന്നത്തുകളെക്കാളും. മറ്റെല്ലാ റവാതിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുബൈന്റെ മുമ്പുള്ള 2, ളുഹറിന് മുമ്പുള്ള 4, ളുഹറിന് ശേഷമുള്ള 4, അസറിന് മുമ്പുള്ള 4, മഗ്രിബിന് മുമ്പുള്ള 2, മഗ്രിബിന്റെ ശേഷമുള്ള 2, ഇശാഇന്റെ മുമ്പുള്ള 2, ഇശാഇന്റെ ശേഷമുള്ള 2. ഈ പറയുന്ന 22 റക്അത്ത് റവാതിബ് സുന്നത്തുകളെക്കാൾ അഫ്ളലാണ് വിത്ർ. അതെന്തുകൊണ്ട്? അതിൽ ഖിലാഫി വുജൂബിഹി, ഇതും റവാത്തിബിൽപ്പെട്ട ഒരു റവാത്തിബ് തന്നെയാണ്. ഏത്? വിത്ർ എന്ന് പറയുന്നത് റവാത്തിബ് തന്നെയാണ്, ഇശാന്റെ റവാത്തിബിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഇശാന്റെ റവാത്തിബിൽപ്പെട്ട ഈ വിത്ർ മറ്റ് 22 റക്അത്തിനെക്കാട്ടിലും അതിൽ നിന്ന് മുഅക്കദായ 10 റക്അത്തിനെക്കാട്ടിലും അഫ്ളലാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അത് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള ചില ഇമാമിങ്ങൾ വുജൂബാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റേ 10 റക്അത്ത് മുഅക്കദാണെങ്കിൽ പോലും ഇമാമിങ്ങൾ ആരും അത് വുജൂബാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വുജൂബാണെന്ന് അഭിപ്രായമുള്ള റവാത്തിബാവുന്ന വിത്റാണ് മറ്റുള്ള റവാത്തിബുകളെക്കാട്ടിലും അഫ്ളല്. അപ്പോ അൽ വിത്റു ഹഖ്ഖുൻ എന്ന് പറഞ്ഞത് വിത്ർ സുന്നത്താണെന്ന് പറഞ്ഞതിന് ദലീല. റവാത്തിബുകളുടെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ വിത്റാണെന്ന് പറഞ്ഞതിന്റെ തെളിവ് മറ്റൊന്നും വാജിബാണെന്ന് ഇമാമിങ്ങൾക്ക് അഭിപ്രായമില്ല. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ള ചില ഇമാമിങ്ങൾക്ക് വിത്ർ വുജൂബാണെന്ന് അഭിപ്രായമുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളതിനെക്കാട്ടിൽ അഫ്ളലാണ്. കാരണം വുജൂബ് കൊണ്ട് ഖിലാഫ് നടന്നാൽ അത് അങ്ങനെ ഖിലാഫ് വരാത്തതിനേക്കാൾ മുഅക്കദാണെന്ന് വരും. ആദ്യം പറഞ്ഞ ഹദീസ് പറഞ്ഞ സുന്നത്താണെന്ന് പറഞ്ഞതിനാണ് ഇമാമിങ്ങളുടെ വുജൂബിന്റെ ഖൗലിനെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് അത് മറ്റുള്ളതിനെക്കാട്ടിലും അഫ്ളലാണ് എന്ന് പറഞ്ഞതിനാ. ഇനി എന്താ വേറെ എന്താ നിങ്ങൾ ചോദിച്ച് അതിനെ ഏച്ചൂട്ടിക്കാണ്ട് ചോദിച്ചാൽ വരടേനെ ശരിയല്ല, പിന്നല്ലേ ഏച്ചൂട്ടിയെ
ഞാൻ എനിക്കവിടെ ഈ അഫ്ളൽ എന്ന് പറയുന്നിടത്ത് ഞാൻ 2 ദിവസത്തെ മുമ്പ് പാടും കൂടെ ഒന്ന് പറഞ്ഞിരുന്നു. വസ്സലാത്തു അഫ്ളലുൽ ഇബാദത്തിൽ ബദനി ബഅദ ഷഹാദത്തൈനി ഫഫർളുഹാ അഫ്ളലുൽ ഫുറൂളി വനഫ്ലുഹാ അഫ്ളലുൻ നവാഫിലി എന്ന് പറഞ്ഞ് ഇപ്പൊ വിശദീകരിച്ച് തിരിഞ്ഞ്. അപ്പൊ എല്ലാ സുന്നത്ത് നിസ്കാരത്തിനേക്കാളും പിന്നെ ഫർള് നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിനാണല്ലോ ശ്രേഷ്ഠത. അപ്പൊ ഞാനതിപ്പോ പുസ്തകം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ എന്റെ സംശയം ഉണ്ടായത്, ഇല്ലത്ത് പറഞ്ഞത് അബൂ ഹനീഫന്റെ മദ്ഹബിൽ നിർബന്ധമാണ് എന്നാണ് പിന്നെ ഇല്ലത്ത് പറഞ്ഞത്. അപ്പൊ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായത്, അപ്പൊ എല്ലാ ഫർള് സുന്നത്ത് നിസ്കാരത്തിനേക്കാളും ഫർള് നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരമാണല്ലോ ശ്രേഷ്ഠത എന്നുള്ള 2 ദിവസത്തെ മുമ്പത്തെ പാഠത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. മനസ്സിലാകാതെ മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലായതും മനസ്സിലാവൂല. അത് മനസ്സിലായോ? ആലൂരിന് മനസ്സിലായില്ലേ? മനസ്സിലാകാതെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതും മനസ്സിലാവൂല എന്ന്. മനസ്സിലായോ? അത് മനസ്സിലായി. അതിപ്പോ ഏതായാലും മനസ്സിലായി. അതന്നെ ഇപ്പൊ ഇവിടെ ഉണ്ടായതായാലും സൂര്യെ മനസ്സിലാകാതെ നിങ്ങൾ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായതാന്ന് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ മനസ്സിലായി. ഈ രണ്ടും കൂടി ഏച്ചു കൂട്ടേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല. ആദ്യം നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞ എന്താണ്? ഒരു മനുഷ്യൻ തടി കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരമാണ്. അപ്പൊ ഫർളായ ഇബാദത്ത്, തടി കൊണ്ട് ചെയ്യുന്ന ഫർളായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായത് ഫർള് നിസ്കാരം. തടി കൊണ്ട് ചെയ്യുന്ന സുന്നത്തായ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് സുന്നത്ത് നിസ്കാരം. അത് നിസ്കാരവും മറ്റ് ഇബാദത്തുകളും തമ്മിൽ കമ്പയർ ചെയ്യാണ്. നിസ്കാരവും മറ്റ് ഇബാദത്തുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫർളായ നിസ്കാരം മറ്റ് ഫർളായ ഇബാദത്തുകളെക്കാട്ടിൽ അഫ്ളലാണ്. സുന്നത്തായ നിസ്കാരം മറ്റ് സുന്നത്തായ ഇബാദത്തുകളെക്കാട്ടിൽ അഫ്ളലാണ്. നിസ്കാരവും മറ്റുള്ള ഇബാദത്തുകളും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ അതല്ല. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ കുറെ ഉണ്ട്. അതിൽ മുഅക്കദുണ്ട്, ഗൈറു മുഅക്കദുണ്ട്. മുഅക്കദല്ലാത്തത് 12 റക്അത്തും മുഅക്കദ് 10 റക്അത്തും. എന്താ മുഅക്കദായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ചെയ്തത് മുഅക്കദും ചിലപ്പോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ വാക്കാൽ പറയുകയോ ചെയ്തതാണെങ്കിൽ അത് ഗൈറു മുഅക്കദും. ഇങ്ങനെ വരുമ്പോ മുഅക്കദും ഗൈറു മുഅക്കദും തമ്മിൽ നോക്കുമ്പോൾ മുഅക്കദായതാണ് അഫ്ളൽ ഗൈറു മുഅക്കദിനേക്കാൾ. ഇനി ഈ മുഅക്കദായ സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് വിത്ർ. റവാത്തിബ് സുന്നത്തിന്റെ കൂട്ടത്തിൽ തന്നെ മുഅക്കദായ സുന്നത്തിൽപ്പെട്ടതാണ് വിത്ർ. അപ്പോ മുഅക്കദായ സുന്നത്തുകളുടെ കൂട്ടത്തിൽ വുജൂബാണെന്ന് കൗലുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. ആദ്യം പറഞ്ഞ 10 റക്അത്ത് വുജൂബാണെന്ന് കൗലില്ലാത്ത മുഅക്കദായതാണ്. വിത്ർ എന്ന് പറഞ്ഞത് വുജൂബാണെന്ന് കൗലുള്ള മുഅക്കദാണ്. അത് തമ്മിൽ നോക്കുമ്പോൾ വുജൂബാണെന്ന് കൗലുള്ള മുഅക്കദാണ്. വുജൂബാണെന്ന് കൗലില്ലാത്ത മുഅക്കദിനേക്കാൾ അഫ്ളൽ. മനസ്സിലായോ? അങ്ങനെയാണ്. ഒക്കെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കുഴച്ചാൽ അവസാനം മനസ്സിലാകാതെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതും മനസ്സിലാവൂല എന്ന് മനസ്സിലായല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അത് മനസ്സിലായി ഉസ്താദേ. ഒരു 3 ചോദ്യമുണ്ട് ഉസ്താദേ, വെവ്വേറെ ചോദിക്കാം. ചിലത് ഞാൻ മനസ്സിലാക്കിയുള്ള തെറ്റും ഞാൻ ആവർത്തിക്കുന്നു, അപ്പൊ തിരുത്താലോ. മുത്തലക്കായ സുന്നത്ത് എണ്ണം കരുതിയില്ലെങ്കിൽ പോലും കുറക്കാം. കുറക്കുമ്പോൾ നിയത്ത് കുറക്കുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് മുത്തലക്കായ സുന്നത്ത് 5 എന്നൊരു ഉദാഹരണവും പറഞ്ഞു. അങ്ങനെ ഈ 2 അല്ലാതെ ഒരു വിത്ർ പോലെയുള്ളൊരു റക്അത്തുണ്ടോ ഉസ്താദെ? അതങ്ങനെ ജായിസാവുമോ എന്നതാണ്. ഇനി കുറക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ മുത്തലക്കായ അത്
6 റക്അത്ത് നിസ്കരിക്കുന്നു മുത്തലക്കായ സുന്നത്ത് എന്ന് കരുതി നിയത്ത് ചെയ്തു. 4-ലാകുമ്പോൾ അവൻ തീരുമാനിച്ചു കുറക്കുന്നെന്ന്. എങ്കിൽ ഈ 4-ാമത്തെ ലാസ്റ്റ് റക്അത്തിലാണോ അവൻ നിയത്ത് ചെയ്യേണ്ടത്, അല്ല അത്തഹിയ്യാത്തിൽ ഇരുന്ന സമയത്താണോ? ഇരുന്ന സമയത്ത് ചെയ്താലും ആ കുറക്കൽ പെടുമോ എന്നതാണ്. അസ്സലാമു അലൈക്കും. തലക്ക തന്നെ പേവാലൂരെ, ചോദ്യത്തിന് തലക്ക തന്നെ പേവാ. മുത്തലഖ് സുന്നത്ത് നല്ല മനസ്സിലാക്കിയോളി. മുത്തലഖ് സുന്നത്ത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. അത് 1 റക്അത്ത് നിസ്കരിക്ക, 99 റക്അത്ത് നിസ്കരിക്ക, 100 റക്അത്ത് നിസ്കരിക്ക, 101 റക്അത്ത് നിസ്കരിക്ക. അവിടെ 5, 7, 9 അതിനൊന്നും ഒരു കുഴപ്പമില്ല. മുത്തലഖ് സുന്നത്ത് നിങ്ങൾക്ക് 1 റക്അത്തിൽ ചുരുക്കുകയുമാവാം, 1001 റക്അത്ത് ഒന്നിച്ചുമാവാം. മനസ്സിലായോ? മുത്തലഖ് സുന്നത്തിന്റെ രീതിയത. ഇനി പേവ് എന്നല്ല അവിടെ ഇല്ല. മുത്തലഖ് സുന്നത്ത് എണ്ണം കണക്കാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കണ്ട് റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ തുടങ്ങിയേക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവന് നിസ്കരിച്ച് നിർത്താം. 1 റക്അത്ത് കഴിഞ്ഞാട് വേണമെങ്കിൽ നിസ്കാരം, 2 ആണെങ്കിൽ കഴിഞ്ഞോടെ നിൽക്കാം, 3 ആണെങ്കിൽ ഒക്കെ കരുതാം. കാരണം 2 എണ്ണം കരുതിയില്ലല്ലോ. പ്രശ്നം അവിടക്കല്ല. റക്അത്തിന്റെ എണ്ണം കരുതിക്കൊണ്ട് മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കാൻ കരുതി. ഉദാഹരണം, 10 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി. അങ്ങനെ തക്ബീർ കെട്ടി. ഇപ്പൊ റക്അത്തിന്റെ എണ്ണം കരുതിയല്ലോ. ഈ എണ്ണം കരുതിയോടത്ത് ഒരു പക്ഷേ ഉന്മേഷം നല്ലോം കൂടി, അപ്പൊ 10 ഉള്ളത് 20 ആക്കണമെങ്കിൽ അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് ഉന്മേഷം കുറഞ്ഞു, 10 ഉള്ളത് 4 ആക്കണമെങ്കിൽ അല്ലെങ്കിൽ 5 ആക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് വേണം? എണ്ണം നിശ്ചയിച്ചുകൊണ്ട് മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ആ നേരത്തെ കരുതിയതിനേക്കാൾ കൂട്ടുകയോ നേരത്തെ കരുതിയതിനെക്കാട്ടിൽ കുറക്കുകയോ ചെയ്യണമെങ്കിൽ കുറക്കുന്നതിന് മുമ്പ് ഞാൻ കുറക്കുന്നു എന്ന് കരുതണം, കൂട്ടുന്നതിന് മുമ്പ് കൂട്ടുന്നു എന്ന് കരുതണം. ഉദാഹരണം, 10 റക്അത്ത് നിസ്കരിക്കാൻ കരുതി തക്ബീർ കെട്ടിയ ഒരാള് 5 റക്അത്തായിട്ട് ചുരുക്കുന്നു എന്ന് കണ്ടാൽ 5-ാം റക്അത്തിൽ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ 5 കൊണ്ട് ചുരുക്കുന്നു അല്ലെങ്കിൽ 5 കൊണ്ട് മതിയാക്കുന്നു എന്ന് മനസ്സുകൊണ്ട് കരുതുകയും 5-ാം റക്അത്തിൽ അത്തഹിയ്യാത്തിൽ ഇരുന്ന് സലാം വീട്ടുകയും ചെയ്യാം. അല്ല, 10-ാമത്തെ റക്അത്തിൽ നിർത്താൻ കരുതിയ ആള് 10-ാമത്തെ റക്അത്തിൽ പ്രവേശിച്ചപ്പോ ഇയാൾക്ക് നല്ല ഉന്മേഷം തോന്നി, അപ്പൊ 10 കൂടി കൂട്ടി 20 ആക്കുക എന്ന് കരുതുകയാണെങ്കിൽ 10-ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ 10-നെ 20 ആക്കുന്നു എന്ന് കരുതുക, എന്നിട്ട് കൂട്ടുക. അല്ലാതെ 11-ലേക്ക് എഴുന്നേറ്റ ശേഷം പിന്നെ കരുതാൻ പറ്റൂല. 11-ലേക്ക് എഴുന്നേറ്റതിന്റെ ശേഷം പറ്റൂല. കാരണം എന്താ? 11-ലേക്ക് എഴുന്നേറ്റത് ഇവൻ നേരത്തെ കരുതിയതിന്റെ എതിരാണ്. നേരത്തെ 10 കരുതി, 11-ലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ 20 അല്ലെങ്കിൽ 11 നിസ്കരിക്കുന്നു എന്ന് കരുതണം. അപ്പൊ അധികരിപ്പിക്കുന്നതിന് മുമ്പ് അധികരിപ്പിക്കാൻ കരുതണം, കുറക്കുന്നതിന് മുമ്പ് കുറക്കാൻ കരുതണം. 10 റക്അത്ത് നിസ്കരിക്കാൻ കരുതി, ഇവൻ 8 ആയപ്പം ഓർമ്മയില്ലാതെ അത്തഹിയ്യാത്തിലിരുന്നു. അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടാൻ വരാം. ഏതായാലും ഇപ്പം 8 ആയിട്ടുള്ളൂ, ഇനിയിപ്പോ അയക്കുറിക്കുക, അത് പറ്റൂല. അപ്പൊ കുറക്കുകയാണെങ്കിൽ നേരത്തെ എണ്ണം കരുതി ഓർത്തിട്ടോ. അത് നിങ്ങൾ വേറിച്ച് മനസ്സിലാക്കണം. എണ്ണം കരുതാത്തോടത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മതിയാക്കാം, എത്ര വേണമെങ്കിലും കൂട്ടാം. 100 റക്അത്ത് ഒന്നിച്ച് നിങ്ങൾ നിസ്കരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അല്ല, 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ മതി തോന്നുകയാണ്, ഓക്കെ, കുഴപ്പമില്ല. എണ്ണം കരുതാതെ കിട്ടിയോർത്ത് എണ്ണം കരുതിയോടത്ത് കൂട്ടുകയാണെങ്കിൽ കൂട്ടുന്നതിന് മുമ്പ്, അതായത് 11-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൂട്ടുന്നു എന്ന് കരുതിയിട്ടേ 10 കരുതിയവൻ 11-ലേക്ക് എഴുന്നേൽക്കാൻ പാടുള്ളൂ. 10 കരുതിയവൻ 5 ചുരുക്കുകയാണെങ്കിൽ ഈ 5-ാമത്തെ റക്അത്തിൽ ഞാൻ 5 ചുരുക്കുന്നതാണ്. കരുതിയ എണ്ണത്തെക്കാൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പക്ഷേ കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാൻ കരുതണം, കുറക്കുന്നതിന് മുമ്പ് കുറക്കാൻ കരുതണം. എന്നാൽ നേരത്തെ കരുതിയ എണ്ണത്തെക്കാൾ കൂട്ടലും കുറക്കലും
നിസ്കാരവും ജായിസാണെന്ന് പറഞ്ഞാൽ മുത്തലഖ് സുന്നത്തിന് മാത്രം ബാധകമാണ്. ഈ നിയമം വിത്റിന് ബാധകമല്ല, റവാത്തിബിന് ബാധകമല്ല. അവിടെ എണ്ണം കണക്കാക്കാതെ ആണെങ്കിൽ അവന് കണക്കാക്കാം. കണക്കാക്കിയ എണ്ണത്തെക്കാൾ കൂട്ടാനോ കുറക്കാനോ വിത്റിലും റവാത്തിബിലും പറ്റൂല, മുത്തലഖ് സുന്നത്ത് പറ്റൂ. ഓക്കെ, ഇപ്പൊ തിരിഞ്ഞ പണ്ട് ഞങ്ങൾ ഉസ്താദിക്ക് വിളങ്ങിയതാ. വേദം വിളങ്ങി പറവാൻ മടിത്താരെ ഭേദാമ്പർ അവർ വായിൽ തുപ്പിക്കൊടുത്തോവർ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആലൂരിന് വിളങ്ങി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെന്നാ അടുത്ത് നോക്കി കൊടുത്തോളി. സൂര്യക്ക് എന്തോന്നൂടി ചോദിക്കാനുണ്ട്. ശുക്ർ ഉസ്താദെ, അത് ഞാൻ സംശയം എന്റെ തെറ്റിദ്ധാരണ തീർത്താനാണ്. കാരണം വിത്രല്ലാതെ ഒരു റക്അത്ത് ഒരു നിസ്കാരം ഇല്ല. മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കണമെങ്കിലും അത് 2 റക്അത്ത് വേണം എന്ന് ഞാൻ ധരിച്ചതാണ് എനിക്ക് പറ്റിയ ആ ഫാൾട്ട്. അത് ഉസ്താദിന് മുമ്പിൽ തുറന്നു പറഞ്ഞു ഉസ്താദെ. ഇൻഷാ അല്ലാ അത് മനസ്സിലായി. രണ്ടാമത്തത് അത്തഹിയാത്തുവിന് മുമ്പായിട്ടാണ് ഇയാൾ നിയ്യത്ത് ചെയ്യേണ്ടത് എന്ന സംശയവുമാണ് ഉണ്ടായിരുന്നത്. അതും തീർന്നു ഉസ്താദെ. ഇനി മഗ്രിബിന്റെ ഇശായിനെ മഗ്രിബിന്റെ സമയത്തേക്ക് മുന്തിച്ച് ജമാഅക്ക് നിസ്കരിക്കുന്നു. അങ്ങനെയുള്ള ഒരാള് അതിന്റെ റവാത്തിബ് നിസ്കരിക്കാണല്ലോ. മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു. അത് നേരത്തെ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, പെട്ടെന്ന് ഇശാ നിസ്കരിക്കുന്നത് കൊണ്ട്. പിന്നെ ഇശായിന്റെ സുന്നത്ത് നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം. ഇവിടെ നമ്മൾ തർത്തീബ് വഴിക്ക് വഴി നോക്കണം ഉസ്താദെ. അതായത് ഇശായിൻ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് പിന്നെ ഇശായിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് പിന്നെ വിത്ർ നിസ്കരിക്കണം എന്നതുണ്ടോ? അത് വഴിക്ക് വഴിക്ക് വേണമോ, അല്ലെങ്കിൽ എങ്ങനെയും പറ്റുമോ? മഗ്രിബിന്റെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഇശായിന്റെ നിസ്കരിച്ചതിന് ശേഷം പിന്നെ വിത്ർ നിസ്കരിക്കണമോ? അങ്ങനെ ഒന്ന് വിശദീകരിച്ച് തന്നായിരുന്നു. ചെറിയൊരു ചോദ്യം കൂടിയുണ്ട് ഉസ്താദെ, ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ലാ ഉഹ്സി സനാഅൻ അലൈക, ലാ ഉഹ്സി സനാഅൻ അലൈക എന്നതിന്റെ അർത്ഥം ഒന്ന് ഉസ്താദ് പറഞ്ഞ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. റവാത്തിബ് സുന്നത്തുകൾ വിത്റിന്റെ ഇടയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ തെർത്തീബ് പാലിക്കൽ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. അതായത് ആദ്യം മഗ്രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, പിന്നീട് മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ ഇശാന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, പിന്നീട് ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചു, പിന്നീട് വിത്ർ നിസ്കരിച്ചു. അത് നല്ലതാണ്, ഉത്തമമാണ്, നിർബന്ധമില്ല. ഇശാ നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ തന്നെ ഇശാന്റെ സുന്നത്തും വിത്റും നിസ്കരിച്ചു, അതിന് ശേഷം ഇശാന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, അതിന് ശേഷം മഗ്രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, അതിന് ശേഷം മഗ്രിബിന്റെ, അതിനൊന്നും കുഴപ്പമില്ല, സഹിയാവും. പക്ഷേ തെർത്തീബ് സുന്നത്താ, നല്ലതാണ്. ഈ ക്രമം, യഥാർത്ഥത്തിലുള്ള ക്രമപ്രകാരം ആദ്യം മഗ്രിബിൻ്റെത്, പിന്നെ ഇശാന്റെ, പിന്നെ വിത്ർ എന്നത് ഉത്തമമാണ്, നിർബന്ധമില്ല. മറിച്ചായാലും സഹിയാവും. കാരണം വഖ്ത് കടന്നല്ലോ. വഖ്ത് കടന്ന സ്ഥിതിക്ക് ഏതും നിസ്കരിക്കാം. പക്ഷേ അഫ്ളൽ ആ തെർത്തീബ് പാലിക്കലാണ്. പിന്നെന്താ പറഞ്ഞ് ലാ ഉഹ്സി സനാഅൻ അലൈക, എന്തായാലും അവിടേക്ക് ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. വബിക മിൻക. അതിപ്പോ ആകെ ഓൽക്ക് ഇസ്കാലുള്ളൂ, നിങ്ങൾക്കുള്ള ഇസ്കാലൊന്നും ഓൽക്കില്ല എന്ന് പറഞ്ഞാൽ ഇത്ര സ്തുതിച്ചുകൊണ്ട് എന്ന് ക്ലിപ്തപ്പെടുത്തുന്നില്ല. അറ്റവും കണക്കുമില്ലാത്ത സ്തുതിക്കൽ എന്ന് പറഞ്ഞാൽ തുടക്കവും അവസാനവുമില്ലാത്ത റബ്ബിന്റെ സ്തുതി റബ്ബിനെ പോലെ തന്നെ തുടക്കവും അവസാനവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇത്ര സ്തുതിക്കുന്നു എന്ന് ക്ലിപ്തപ്പെടുത്താതെ അറ്റല്ലാത്ത സ്തുതിക്കൽ ഞാൻ സ്തുതിക്കുന്നു. ഏതുപോലെ അന്തകമാനഫ്സിക്കാൻ, നീ നിന്നെ പറ്റിയിട്ട് സ്തുതിച്ചതിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. ഉദാഹരണം പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു തആല പറയുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഖദീമായ കലാമാണ്. ഖദീമായ കലാം അള്ളാഹു ഖദീമായതുപോലെ അതിന് ആദ്യവും അവസാനവും ഇല്ല, അറ്റല്ല എന്നർത്ഥം. എന്നതുപോലെ നീ നിന്നെ പറ്റിയിട്ട് അറ്റമില്ലാതെ സ്തുതിച്ചതുപോലെ അറ്റമില്ലാത്ത സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് അറ്റുണ്ടല്ലോ.
പക്ഷേ നിനക്ക് നിന്റെ സ്തുതിക്ക് നിനക്ക് അറ്റമില്ലാത്തതുപോലെ നിന്റെ സ്തുതിക്കും അറ്റമില്ലാത്തതാണ് എന്നതുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. അപ്പൊ ഇത്ര സ്തുതി, 1000 സ്തുതി, 10,000 സ്തുതി, 1,00,000 സ്തുതി എന്ന് എണ്ണയ്യ. അന്തക മാത്രേതലാനുസിക്ക, നീ നിന്നെ പറ്റിയിട്ട് സ്തുതിച്ചതിന് അറ്റമില്ലാത്തതുപോലെ നിന്റെ പേരിൽ ഞാൻ അറ്റമില്ലാതെ സ്തുതിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. ഉസ്താദെ, നിസ്കാരത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ അറിയേണ്ടത് ഒരു ആവശ്യമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. അതായത് ഗർഭിണികളായ സ്ത്രീകൾ വീട്ടിലുള്ളപ്പോൾ വീട്ടിലുള്ള പല്ലി, പാറ്റ, അങ്ങനെയുള്ള സാധനങ്ങളെ കൊല്ലാൻ പാടില്ല എന്നത്, കാരണം ഇത് അവിടുത്തെ സ്ത്രീ പറഞ്ഞു കേട്ടാണ്. പക്ഷെ അവരും ഇത് ഇസ്ലാമികമായിട്ടുള്ളതാണോ അതേ പാരമ്പര്യമായിട്ട് നാട്ടില് പറഞ്ഞു വന്നിട്ടുള്ള എന്താ വിശ്വാസമാണോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇസ്ലാമിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഗർഭിണികൾ വീട്ടിലുള്ളപ്പോൾ വീട്ടിൽ കാണുന്ന പല്ലി, പാറ്റ എന്നീ ജീവികളെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടോ ഇല്ല എന്നുള്ള ഉസ്താദ് പറഞ്ഞു തന്നെ. വേറൊരു ചോദ്യം കൂടി ഉണ്ട് ഉസ്താദ്, അതിനുള്ള അവസരം തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉള്ള സമയം പോലെ സകല പല്ലിക്കും മൂട്ടക്കും കൊതുകിനും സമയം തരും. പക്ഷേ ഓദ്യ സബുക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തോ സുഹരിക്ക് ഒന്നുകൂടി ചോദിക്കാണ്ട്, സുഹരി മൈക്കെടുത്തതിന് ശേഷം നമുക്ക് പല്ലി, മൂട്ട, കൊതുക് തുടങ്ങിയ എല്ലാത്തിനെ പറ്റിയിട്ടും ഇൻഷാ അല്ലാഹ് ഉള്ള സമയം പോലെ പറയാം. സുഹരി അതുമാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ അത് ചോദിച്ചോളൂ, എന്നിട്ട് പറയാം നമുക്കത്. എനിക്ക് എന്റെ കാര്യം പറയാം ഉസ്താദേ. എനിക്ക് അവിടെ എന്തായി ഈ അഫ്ളലു എന്ന് പറഞ്ഞതും അഫ്ളു നവാഫ് എന്ന് പറഞ്ഞ എനിക്ക് അതെല്ലാം ഇൻഷാ അല്ലാഹ് ഉസ്താദിനോട് നേരിട്ട് വന്ന് ചോദിക്കും. ഞാൻ അടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട്, വേറെ ചോദിക്കാനുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ഇവിടെ പഠിച്ചത് അത് പറഞ്ഞ് വയഖൂല ബാദൽ വത്രി സലാത്തൻ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് വയർഫഉ സൗതഹു ബിസ്സാലിസത്തി. അവിടെ സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ റബ്ബുൽ മലായികത്തു വറൂഹ്, അവിടെ അത് പറയുമ്പോഴാണ് പിന്നെ 4ാമത്തേതാക്കിയിട്ടാണ് ശബ്ദം സാധാരണ ഉയർത്താറുള്ളത്. അതങ്ങനെ ഈ പിന്നെ റബ്ബുൽ മലായികത്തു വറൂഹ് എന്ന് പറഞ്ഞത് സുന്നത്തുണ്ടോ എന്നറിയാനാണ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി ചെയ്തിരുന്നത് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 3ാമത്തേത് ഒച്ചത്തിൽ പറയലായിരുന്നു. അത് ഹദീസിൽ വ്യക്തമായി തന്നെ വന്നിട്ടുമുണ്ട്. സുബ്ഹാനൽ മലിക്കിൽ അല്ലദീ ലാ യമൂത്ത്, സുബ്ഹാനൽ ഇസ്സത്തി വൽ ജബറൂതി വൽ അളമത്തി എന്ന് തുടങ്ങുന്നതും നല്ലതാണ് എന്ന് ചില ദിക്റിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചൊല്ലാം. പക്ഷേ അഫ്ളലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി പറഞ്ഞിരുന്ന സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നതിനെ 3 പ്രാവശ്യം പറയുകയും 3ാമത്തെ പ്രാവശ്യം ശബ്ദം ഉയർത്തി പറയുകയും ചെയ്യുക. അതിന്റെ ശേഷങ്ങൾ പതുക്കെ ചെല്ലിക്കോളി, മറ്റേതൊക്കെ അതിന് കുഴപ്പമില്ല. അല്ലാതെ 3 വട്ടം ഇത് പതുക്കെ ചെല്ലിയിട്ട് പിന്നുള്ളത് ഉറക്കെ ചെല്ലലല്ല വേണ്ടത്. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് 3ാമത്തത് ഉറക്കെ ചെല്ലുക. അതിനുശേഷം പിന്നെ നിങ്ങൾ ദിക്ർ, അല്ലാഹുവിന്റെ തസ്ബീഹ് ദിക്റുകൾ അദ്കാറുകളിലൊക്കെ വന്നത് ചെല്ലാം. പക്ഷെ അതൊന്നും ഉച്ചത്തിൽ ചെല്ലുന്നത് സുന്നത്തില്ല. അന്യത് സബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്കാലുകളൊക്കെ തീർന്നെങ്കിൽ നമുക്ക് ഇസ്ലാം ഫോർ യു അല്ലല്ലേ, മനസ്സിലായില്ലേ? അത് പണ്ട് ടോട്ടൽ ഫോർ യു ഉണ്ട്, ഇനി മുങ്ങിയ അതല്ല, ഇത് വേറെയാണ്. ഏതായാലും നമ്മളെ കൊതു, പല്ലി, മൂട്ട തുടങ്ങിയതൊക്കെ പറയാ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ അത് കഴിഞ്ഞു തോന്നില്ലേ? ആരെങ്കിലും ഈ ദർസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ നേരിട്ടുള്ള വല്ല മസലുകളും ഉണ്ടെങ്കിൽ ആദ്യം അതിനൊരു മുൻഗണന കൊടുക്കാന്നുള്ള നിലക്കാണ്, മറ്റേ ചോദിക്കണ്ടെന്നുള്ള അർത്ഥത്തിനല്ല. ഉണ്ടെങ്കിൽ ആരാച്ചാൽ അത് മൈക്ക് എടുത്തോളി, എന്നിട്ട് നമുക്ക് മറ്റേ പറയാം.
അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് കൂടി അവസരം ചോദിച്ചിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്, 4 റക്അത്തുള്ള നിസ്കാരം മറന്നുകൊണ്ട് 3 റക്അത്തിൽ സലാം വീട്ടിയാല് നിസ്കാരത്തിലേക്ക് മടങ്ങുമ്പോൾ എന്ത് നിയ്യത്ത് ചെയ്യണം, സഹുവിന്റെ സുജൂദ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 4 റക്അത്തുള്ള നിസ്കാരം മറന്നുകൊണ്ട് 3 റക്അത്തിൽ സലാം വീട്ടിയാൽ നിസ്കാരത്തിലേക്ക് മടങ്ങുമ്പോൾ എന്ത് നിയ്യത്ത് ചെയ്യണം, സഹുവിന്റെ സുജൂദ് ചെയ്യണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 4 റക്അത്തുള്ള നിസ്കാരം മറന്ന് 3-ാം റക്അത്തിൽ സലാം വീട്ടിയാൽ ഓർമ്മ വന്നാൽ ഉടനെ നിസ്കാരത്തിലേക്ക് മടങ്ങിയാൽ മാത്രം മതി, പ്രത്യേകം ഒന്നും കരുതണ്ട. മനസ്സിലായില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ ഈ സലാം വീട്ടി മറന്നായതുകൊണ്ട് അത് എണ്ണപ്പെടൂല. അപ്പൊ യഥാർത്ഥത്തിൽ ഇയാൾ എവിടെ തന്നെയാണുള്ളത്? നിസ്കാരത്തിൽ തന്നെയാണുള്ളത്. അപ്പൊ പ്രത്യേകിച്ചൊന്നും കരുതേണ്ടതില്ല എന്ന് പറയുന്നത് അതാ. മനസ്സിലായില്ലേ? അറിയാതെ സലാം വീട്ടിപ്പോയി. ഈ സലാം വീട്ടിയത് പിഴവാണെന്ന് ഓർമ്മ വന്നാൽ ആ സലാം എണ്ണപ്പെടാതെ പോകുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചൊന്നും കരുതണ്ട. ഒരു റക്അത്ത് കൂടി വേഗം നിസ്കരിക്കുക. നിസ്കരിച്ച് സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് സലാം വീട്ടണം. അത് സുന്നത്താ. കാരണം മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം മറന്ന് സംഭവിച്ചാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ നിയമത്തിൽപ്പെട്ടതാണത്. 3-ാമത്തെ റക്അത്തിൽ സലാം വീട്ടിയത് മറന്നുകൊണ്ടാണ്. മനഃപൂർവ്വം സലാം വീട്ടിയ നിസ്കാരം ബാത്തിലാവുമല്ലോ. ഇതിവിടെ മറന്ന് സംഭവിച്ചതായതുകൊണ്ട് അത് പരിഹരിക്കാൻ അത്തയ്യാത്ത് കഴിഞ്ഞതിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അപ്പോ നിസ്കാരത്തിലേക്ക് മടങ്ങുമ്പോൾ പ്രത്യേകം ഒന്നും കരുതണ്ട. കാരണം ആള് നിസ്കാരത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ ചെല്ലിയ സലാം മറന്നായതുകൊണ്ട് അത് എണ്ണപ്പെടാതെ പോകുന്നു. അപ്പൊ അവിടെ ഒന്നും കരുതണ്ട. വേഗം ബാക്കി പൂർത്തിയാക്കി നിസ്കരിച്ചാൽ മതി. സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഷ്കിന്റെ മുമ്പിലായിരുന്നു ഞാൻ DC ആയതാണ് ഉസ്താദ്. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഉസ്താദ്, പിന്നെ സംശയം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് ഇപ്പൊ പള്ളിയിലെത്തി, ഇപ്പൊ ശബാങ് കൊടുത്ത് ഞങ്ങൾ ഒറ്റക്ക് തന്നെ ഇശാന് മുമ്പുള്ള സുന്നത്തും ഇശാ നിസ്കാരവും അതിനു ശേഷമുള്ള സുന്നത്തും വിത്തറൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞു ഒറ്റക്ക്. അതായത് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യത്തിനാണ് അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ ഞങ്ങൾക്ക് പോകാനുള്ള സമയം, അതായത് പോകാനുള്ള ആള് വിളിച്ചില്ല. അപ്പൊ പെട്ടെന്ന് അവിടെ ഒരു നമ്മൾ ജമാഅത്ത് തുടങ്ങിയാല് നമ്മള് ആ ജമാഅത്തിന് കൂടണോ, അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വിത്തർ നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? വിത്തറും ഇതേ റവാത്തിബൊക്കെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഉസ്താദിനുള്ള ചോദ്യം. ഇൻഷാ അല്ലാഹ് ജസാക്കല്ലാഹു ഖൈർ. ഉസ്താദ്, അങ്ങനെ വന്നാല് സംഗതിയൊക്കെ റെഡിയാണ്. പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് വേഗം നിസ്കരിച്ചു, സുന്നത്തും നിസ്കരിച്ചു, വിത്രും നിസ്കരിച്ചു. പക്ഷേ പോകേണ്ട ധൃതിക്കുള്ള സംഗതി വന്നില്ല, പോകാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജമാഅത്ത് തുടങ്ങിയാൽ ആ ജമാഅത്തിൽ തുടർന്ന് നിസ്കരിക്കൽ സുന്നത്താണ്. അങ്ങനെ തുടർന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല, വിത്രും നിസ്കരിക്കേണ്ടതില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇഷ ആണ് നിസ്കരിച്ചതെങ്കിൽ പോലും രണ്ടാമത് നിസ്കരിക്കുന്നത് സുന്നത്ത് നിസ്കാരത്തിന്റെ സ്ഥാനമാണുള്ളത്. ആദ്യം നിസ്കരിച്ചത് തന്നെയാണ് നിങ്ങളെ ഫർളായ ഇഷാ. ആ ഫർളായ ഇഷാന്റെ ശേഷം നിങ്ങൾ നിസ്കരിച്ച റവാത്തിബ് സുന്നത്തും വിത്തറും ഒക്കെ സഹിഹാണ്. എന്നാൽ ഇവിടെ ജമാഅത്തിന് ഇഖാമത്ത് കൊടുക്കുന്ന കണ്ട് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. കൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും. പക്ഷേ ഇത് സുന്നത്തായിട്ടേ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് ശേഷമുള്ള സുന്നത്തും വിത്തറും ഒന്നും രണ്ടാമത് മടക്കേണ്ടത് ഇല്ല. ഇതിന്റെ വേറൊരു ഫായദയും കൂടുണ്ട്. പിന്നീട് മനസ്സിലായി ആദ്യം നമ്മൾ നിസ്കരിച്ച നിസ്കാരം എന്തോ സംഗതി വശാൽ ബാത്തിലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ജമാഅത്തിൽ തുടർന്ന് നിസ്കരിച്ചത് കൊണ്ട് നമ്മളെ ഫർള് വീടൂല, രണ്ടാമത് വേറെ ഇശാഅ് മടക്കി നിസ്കരിക്കേണ്ടതാണ്. അതിനെന്ത് മനസ്സിലായി? ഈ രണ്ടാമത് ജമാഅത്തിൽ കൂടി നമ്മൾ നിസ്കരിക്കുന്നത് കേവലം സുന്നത്ത് നിസ്കാരമാണ്. ആ സുന്നത്തായ ഇശാ നിസ്കരിച്ചത് കൊണ്ട് അതിന് ശേഷം പിന്നെ വിത്തറിനെയോ ശേഷമുള്ള റവാത്തിബിനെയോ മടക്കേണ്ടതില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദേ, ഞാൻ ചോദിക്കാൻ പോകുന്ന വിഷയം നേരത്തെ പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. എൻ്റെ ഒരു അനുഭവം കൂടിയാണ്. ഒരു 4-5 ദിവസം മുമ്പ് ഒരിക്കല് ഇശാ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയില്ല. സാധാരണ പതിവായിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ അവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല.
കിടക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ ചില അധികം വിത്തർ നിസ്കരിക്കുക, അല്ലെങ്കിൽ കിടന്ന് എണീറ്റിട്ടാണ് സുബൈക്ക് മുമ്പായിട്ടാണ് വിത്തർ പലപ്പോഴും നിസ്കരിക്കൽ. അങ്ങനെ ഇശാ നിസ്കരിക്കാതെ കിടക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ വിത്തറൊക്കെ നിസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമാണ് എനിക്കത് ഓർമ്മ വന്നത്, നിസ്കാരം ഇശാ നിസ്കരിച്ചിട്ടില്ല എന്നൊരു വസ്തുത. അപ്പൊ ഈ സമയത്തുള്ള നിസ്കാരം അഥവാ ആ വിത്തർ നമുക്ക് പിന്നെ നഷ്ടപ്പെട്ട രീതിയിലാണോ കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ ആ വിത്തർ വേറെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഇശാ നിസ്കരിക്കുന്ന പോലെ തന്നെ കലാവ് വീട്ടുന്ന പോലെ വിത്തർ പതിവാക്കുന്നത് കൊണ്ട് വിത്തറും വീണ്ടും കലാവ് വീട്ടണോ എന്നൊരു ചോദ്യമാണ് ഉസ്താദെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. അങ്ങനെ തന്നെ, അതായത് ഇശാ നിസ്കരിച്ചു എന്ന ധാരണയിൽ വിത്തർ നിസ്കരിച്ചു. പിന്നീട് പിറ്റേന്നാണ് ഇശാ നിസ്കരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ നിസ്കരിച്ച ആ വിത്തർ മുത്തലഖ് സുന്നത്തിന്റെ കൂലിട്ടു. കാരണം നിസ്കരിച്ചു എന്ന ധാരണയിൽ ചെയ്തതായത് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിത്തർ ആവൂല, അത് മുത്തലഖ് സുന്നത്തായി സ്വീകരിക്കപ്പെടും. ഇശാ ഖളാ വീട്ടിയതിന് ശേഷം ആ നഷ്ടപ്പെട്ട വിത്തർ, ഇശാന്റെ ശേഷമുള്ള സുന്നത്ത്, അതുപോലെ തന്നെ വിത്തർ ഒക്കെ ഖളാ വീട്ടൽ സുന്നത്താണ്. കാരണം പതിവായി നിസ്കരിക്കുന്ന സുന്നത്തുകൾ ഖളാ ആയാൽ അത് ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. അപ്പൊ നേരത്തെ നിസ്കരിച്ചിണല്ലോ, നേരത്തെ നിസ്കാരം വിത്തർ എന്ന നിലക്കല്ല, അത് മുത്തലഖ് സുന്നത്ത് എന്ന നിലക്കാണ് പരിഗണിക്കപ്പെടുന്നത്, വിത്തറായിട്ടില്ല. അപ്പൊ ആദ്യം നിസ്കരിച്ചത് വെറുതെ ബാത്തിലായി പോയിട്ടില്ല, സ്വീകരിക്കപ്പെടും. കാരണം അത് സുന്നത്ത് നിസ്കാരം മുത്തലഖ് സുന്നത്തിന്റെ കൂലിയിട്ടും വിത്തർ ഇശാ നിസ്കരിച്ചതിന് ശേഷം തന്നെ നിസ്കരിക്കണം. ഓക്കെ. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുകളിലുള്ള ആള് എടുക്കാന്നുകൊണ്ടാണ് ഞാൻ മൈക്കിൽ വന്നത്. കുറച്ചു നേരം കാത്തുന്നു. ഉസ്താദ്, എന്റെ സംശയം, പിന്നെ വിത്തർ ഒറ്റയിൽ അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും നിസ്കരിക്കണം എന്ന് തോന്നിയാൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അത് കുറവാണോ? ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഇനിയിപ്പോ ഇവിടെ കൂട്ടാനൊന്നുമില്ല. അപ്പോ ഏതായിരുന്നു പുസ്തകം കേട്ടിരിക്കുന്നു വിചാരിക്കുന്നു. വിത്തർ ഒറ്റയിൽ നിർത്തണം എന്ന് കരുതിയതിന് ശേഷം പിന്നെ വീണ്ടും നിസ്കരിക്കണം എന്ന് തോന്നിയാൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ട്, എനിക്കൊരു ചോദ്യം കൂടി ഉണ്ട്, ഞാൻ ശേഷം മൈക്ക് എടുക്കാം. ടീച്ചറിനെ ഈറ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് വയസ്സ് ഒച്ചില്ല എന്ന് പറയാണ്. കീച്ചീരിന്റെ ഒച്ച ഇവിടെ അത്യാവശ്യം കേൾക്കണൊക്കെ ഉണ്ട്. ഒറ്റയായി വിത്തർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് തുടർന്ന് വിത്തർ നിസ്കരിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അന്നത്തെ രാത്രി പിന്നീട് അത് നടക്കുന്നതല്ല. ഉദാഹരണം, ഒരാള് 3 റക്അത്ത് വിത്തർ നിസ്കരിച്ച് പൂർത്തിയാക്കി. പിന്നെ അതിന്റെ ശേഷം ഇയാൾക്ക് തോന്നുകയാണ് ആവണ്ട, ഒരു 7 ആക്കുക അല്ലെങ്കിൽ 9 ആക്കുക എന്ന് കരുതിയാൽ ഇനി നടക്കൂല. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സഹീഹായ ഹദീസിലുണ്ട്, ലാ വിത്റാനി ഫീ ലൈല, ഒരു രാത്രിയിൽ 2 വിത്റില്ല എന്ന്. മനസ്സിലായില്ലേ? ഒരു രാത്രിയിൽ 2 വിത്റില്ല. അപ്പോ 3 നിസ്കരിച്ചാലും വേണ്ടിയില്ല, 5 നിസ്കരിക്കാനും വേണ്ടിയില്ല, 7 നിസ്കരിക്കാനും വേണ്ടിയില്ല, ഒറ്റ നിസ്കരിച്ച് പൂർത്തിയാക്കി കഴിയുമ്പോൾ അത് വിത്റായി കഴിഞ്ഞു. ഇനി ആയിക്കൂടെ വിത്ർ എന്ന നിലക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റൂല. വിത്രല്ലാതെ മുത്തലഖ് സുന്നത്ത് നിസ്കരിച്ചോട്ടെ. ഓക്കെ. ആ കാരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞതായി സഹിയായി വന്നിട്ടുണ്ട്. ലാ വിത്റാനി ഫീ ലൈല, ഒരു രാത്രി 2 വിത്ർ പാടില്ല എന്ന ഹദീസ് ഉള്ളത് കൊണ്ട് പിന്നീട് വിത്റിലേക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റൂല. മറ്റു നിസ്കാരങ്ങൾ നിസ്കരിക്കാം മുത്തലഖ് സുന്നത്ത് പോലെ. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടി ഉസ്താദേ, ഇപ്പോ വിത്തറില് 3 റക്അത്ത് നിസ്കരിക്കാന്നുണ്ടെങ്കിൽ ആദ്യത്തേല് സബ്ബിഹിസ്മി ഓതണം, രണ്ടാമത്തെ ഖുൽഹുവൽ കാഫിറൂൻ ഓതണം, മൂന്നാമത്തേല് ഇഖ്ലാസും മുഅവ്വിദത്തും ഓതണം എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യത്തേല് സബ്ബിഹിസ്മി ഓതാൻ മറന്നു. അപ്പൊ ഈ വ്യക്തി രണ്ടാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മി ഓതിയിട്ട് പിന്നെ ഖുൽഹുവൽ കാഫിറൂൻ ഓതണോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, സബ്ബിഹിസ്മി ഓതാതെ ഖുൽഹുവൽ കാഫിറൂൻ ഓതിയിട്ട് ബാക്കി പൂർത്തിയാക്കിയാൽ മതിയോ
എന്നുള്ള സംശയം നമ്മൾക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ 3 റക്അത്ത് വിത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ഒരാള് ആദ്യത്തെ റക്അത്തിൽ സബ്ബീസ്മ ഓതാൻ വിട്ടുപോയി. എന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ സബ്ബീസ്മയും ഖുൽ യാ അയ്യുൽ കാഫിറൂനയും രണ്ടും കൂടി ഓതൽ സുന്നത്താവുന്നു. ഓക്കെ, കാരണം ആ മുഅയ്യനായ സൂറത്ത് അത് വിത്റിൽ മാത്രമല്ല, ഇന്ന സൂറത്ത് ഓതണം എന്ന് കൽപ്പിക്കപ്പെട്ട് സുന്നത്തുള്ള സൂറത്തുകൾ ഒന്നാമത്തെ റക്അത്തിലേത് മറന്നുപോയാൽ ഒന്നാമത്തെ റക്അത്തിലേതും രണ്ടാമത്തെ റക്അത്തിലേതും കൂടി രണ്ടാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുണ്ട് എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടത്തെയും വിധി. അപ്പോ ഒന്നാമത്തെ റക്അത്തിൽ ഓതാൻ വിട്ടുപോയാൽ രണ്ടാമത്തെ റക്അത്തിൽ സബ്ബിസ്മി ഓതുക, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞ ഒരു നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ധരിച്ച ഡ്രസ്സിൽ ചെറിയ അളവിൽ ഒരു ഉണങ്ങിയ നിലയിൽ രക്തം കണ്ട്, വളരെ ചെറിയ അളവിലാണ് കാണുന്നത്. അപ്പോൾ അതിനുശേഷം നിസ്കാരത്തിന് മുമ്പേ ഉണ്ടാകാനാണ് സാധ്യത. അപ്പൊ ഈ അവസ്ഥയിൽ ഇനി നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ട ഡിസൈൻ. നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം വസ്ത്രത്തിൽ അല്പം രക്തം കണ്ടു. നിസ്കരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണോ എന്നാണ് ചോദ്യം. വേണ്ട എന്നാണ് അതിന് ഉത്തരം. കാരണം എന്താന്ന് വെച്ചാൽ ഈ രക്തം എന്നത് അഫുള്ളതിൽപ്പെട്ടതാ. രക്തം നജസ് തന്നെയാണ്. പക്ഷേ ദേഹത്തിലോ വസ്ത്രത്തിലോ സ്വന്തം രക്തമാകുകയാണെങ്കിൽ അല്പം കൂടുതലുണ്ടെങ്കിൽ പോലും അഫു ചെയ്യപ്പെടും. ഇനി നായ പന്നിയുടേതല്ലാത്ത അന്യരക്തമാണെങ്കിൽ പോലും കുറഞ്ഞതിനെ തൊട്ട് അഫു ചെയ്യപ്പെടും. അഫു ചെയ്യപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ നജസ് വസ്ത്രത്തിലോ ശരീരത്തിലോ ഉള്ളതോട് കൂടി തന്നെ നിസ്കാരം സഹിയാകും എന്നാണ്. അപ്പൊ രക്തത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മറ്റ് നജസുകളെ പോലെയല്ല, പലപ്പോഴും ശരീരത്തിനും വസ്ത്രത്തിനും രക്തം ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് സ്വന്തം ശരീരത്തിൽ നിന്നുള്ളതാണെങ്കിൽ അത് മനഃപൂർവ്വം അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും അഫു ചെയ്യപ്പെടും. മനഃപൂർവ്വമാണെങ്കിൽ പോലും സ്വന്തം ശരീരത്തിലുള്ളത് കുറഞ്ഞതിനെ തൊട്ട് അഫു ചെയ്യപ്പെടും. ഇനി അന്യരക്തമാണെങ്കിൽ പോലും കുറഞ്ഞതിനെ തൊട്ട് അഫു ചെയ്യപ്പെടും. അപ്പൊ നിസ്കാരത്തിന് കുഴപ്പമില്ല, മടക്കി നിസ്കരിക്കേണ്ടതില്ല. എന്നാൽ കഴുകി വൃത്തിയാക്കണം, അത് നല്ല കാര്യം തന്നെയാണ്, കാരണം നജസല്ലേ. പക്ഷെ അതോടുകൂടി നിസ്കരിക്കൽ ഹലാലാവും, അഫു ഉണ്ട് എന്നർത്ഥം. ആരും മൈക്കെടുക്കാത്ത നേരത്തെ മറ്റേ ചോദ്യത്തിന് ഞാൻ ചെറുതായിട്ട് ഈ ഇസ്ലാമിൽ വിവരമില്ലാത്ത ആളുകളുടെ വഴി കടന്നു വരുന്ന അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട ഭീകരമായ ഒരു അന്ധവിശ്വാസമാണ് നേരത്തെ സുഹൃത്ത് ചോദിച്ചത്, ഇസ്ലാം ഫോർ ചോദിച്ചത്. അതായത് ഭാര്യ ഗർഭിണിയാണ് അല്ലെങ്കിൽ മകൾ ഗർഭിണിയാണ്, അങ്ങനെ വീട്ടിലെ സ്ത്രീ ഗർഭിണിയാവുന്ന സമയത്ത് പുതിയാപ്പളക്ക് പല്ലിനെ അതുപോലെയുള്ള ക്ഷുദ്രജീവികളെ കൊല്ലാൻ പാടില്ല എന്നുണ്ടോന്ന്? ഈ അങ്ങനെയൊന്നുമില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലൽ സുന്നത്താക്കിയ ജീവികളിൽ പെട്ടതാണല്ലോ പല്ലി. അത് ഭാര്യക്ക് ഗർഭമുണ്ടെങ്കിലും കൊല്ല, ഭാര്യക്ക് ഗർഭമില്ലെങ്കിലും കൊല്ല, രണ്ടായാലും സുന്നത്താണ്. അതുപോലെ തന്നെ എലിയെ കൊല്ല, അതുപോലെ തന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ശല്യം ചെയ്യുന്ന വസ്തുക്കളെ കൊല്ലുക തുടങ്ങിയതൊക്കെ സുന്നത്തായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇത് ഭാര്യക്കോ മകൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു സ്ത്രീകൾക്കോ ഗർഭമുണ്ട് എന്നതിന്റെ പേരിൽ അതിനെ കൊല്ലുന്നതിന് യാതൊരു കുഴപ്പമില്ല. അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ്. അതിന് അള്ളാന്റെ അടുക്കുന്ന കൂലിട്ടും മറ്റുള്ളതൊക്കെ അന്യ സമുദായക്കാരിൽ നിന്നിട്ട് അറിയാതെ കടന്നുകൂടുന്ന അന്ധവിശ്വാസമാണ്. മുസ്ലിങ്ങൾ അത് പിന്തുടരാൻ പാടുള്ളതല്ല. ഓക്കെ,
കോയിനൊക്കെ ഇറക്കാൻ പാടുണ്ടോന്നാ? കോയിന് ഇറക്കണ്ട, കോയി പിന്നെ പീടിയെന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് പോത്തിറച്ചി, അതല്ലേ, മനസ്സിലായില്ലേ? അല്ലാതെ സുന്നത്തായി കൊല്ലം സുന്നത്തായി കൽപ്പിക്കപ്പെട്ട കാര്യം ഭാര്യക്ക് ഗർഭമുള്ളതുകൊണ്ട് സുന്നത്തില്ലാതാവൂല. അത് അന്ധവിശ്വാസമാണ്. അത് അന്യ സമുദായത്തിൽ നിന്നിട്ട് അറിയാതെ കയറിക്കൂടിയ ജാഹിലിയ്യത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ പിന്തുടരാൻ പാടില്ല. അസ്സലാമു അലൈക്കും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വിത്ർ നിസ്കാരം ഇശാ നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരത്തോട് കൂടി കരുതി നിസ്കരിച്ചാൽ പിന്നെ ആ സുന്നത്ത് നിസ്കാരത്തിന്റെയും വിത്റിന്റെയും കൂലി കിട്ടുമോ, അല്ല വെമ്പേറെ തന്നെ നിസ്കരിക്കണോ എന്നാണ് ചോദ്യം. ചോദ്യം PM വന്നതാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വേറെ തന്നെ നിസ്കരിക്കണം. അത് ഓരോന്നും ഒന്നിന്റെ കൂട്ടത്തിൽ വേറൊന്നും കൂട്ടാൻ പറ്റുന്നതായി പെട്ടല്ല. ഇശാന്റെ റവാത്തിബ് സുന്നത്ത് വേറെ തന്നെയാണ്, വിത്ർ വേറെ തന്നെയാണ്. രണ്ടും കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ രണ്ടും കിട്ടൂല. അങ്ങനെ ഉണ്ടാകുക. ളുഹറും അസറും കൂടി കൊല്ലിയിട്ട് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ളുഹർ എന്ന ഫർദ് നിസ്കാരവും ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും കൂടി അങ്ങനെ പറ്റൂല. എന്നതുപോലെ തന്നെയാണ് ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും വിത്റും കൂടി ഒന്നിച്ച് കരുതി നിസ്കരിച്ചാൽ രണ്ടും കിട്ടൂല. അത് വേറെ വേറെ തന്നെ നിസ്കരിക്കണം. അസ്സലാമു അലൈക്കും. ഉസ്താദ്, താഴെ ഉള്ള സുഹൃത്ത് മൈക്കെടുത്തില്ല, അതുകൊണ്ട് എടുത്താണ്. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ള ഉസ്താദ് സഹവിന്റെ സുജൂദിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ റെക്കോർഡ് കേട്ടിട്ടില്ല, പക്ഷെ ഈ ചോദ്യം ആരും ചോദിച്ചായിട്ട് കേട്ടില്ല. അതായത് എനിക്ക് സഹവിന്റെ സുജൂദ് ചെയ്യാനുണ്ട്. സഹവിന്റെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ ഇടയിൽ അത്തഹിയാത്തിന് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കേണ്ടത്, അതല്ലെങ്കിൽ നമ്മ സാധാരണ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന പോലെ അടുത്ത ചന്തി താഴെ മുട്ടുന്ന രീതിയിലാണ് ഇരിക്കേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് സഹവിന്റെ സുജൂദ് ചെയ്യാണ്ട്, അപ്പൊ അതുവരെയും അത്തഹിയാത്തിൽ ഇരിക്കേണ്ട ഇത് എങ്ങനെയാണെന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് അന്നത്തെ പാഠം കേൾക്കാത്തതുകൊണ്ടുള്ള ആറാറ്. അന്നത്തെ പാഠത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സഹവിന്റെ സുജൂദ് ചെയ്യാൻ ഉള്ള ആള് സഹവിന്റെ സുജൂദ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം പോലെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. സഹവിന്റെ സുജൂദ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ അത്തഹിയാത്ത് പോലെ ഇടത്തെ ചന്തി നിലത്ത് വെച്ചുകൊണ്ട് ഇരുന്നതിന് ശേഷം സലാം വീട്ടലും ആണ് സുന്നത്ത്. അത് അന്ന് തന്നെ പറഞ്ഞാണ്. അന്ന് സബ്കങ്ങൾ വേണ്ടത്ര കേൾക്കാഞ്ഞിട്ടാണ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, വിത്ർ 3 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. കാരണം പറഞ്ഞത് അത് മഗ്രിബിനോട് തുല്യമായി ആകുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഹദീസ് ഉണ്ട്. അപ്പൊ മഗ്രിബിന്റെ മാതിരി അല്ലാതെ ഒരൊറ്റ തഹിയാത്ത് കൊണ്ട്, കാരണം മഗ്രിബിന് 2 തഹിയാത്താണല്ലോ, ഒറ്റ തഹിയാത്ത് കൊണ്ട് നിസ്കരിച്ച് സലാം വീട്ടുന്ന രൂപത്തിൽ 3 കൂടി ഒന്നായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ പറ്റുമോ എന്നറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ആ മൈക്ക് വിട്ടു. അത് ഖിലാഫുൽ ഔല വരും. അത് കറാത്തില്ല. മഗ്രിബ് നിസ്കാരത്തിനോട് പൂർണ്ണമായ സാമ്യം ഉണ്ടാവുന്ന 2ാം റക്അത്തിലൊരു അത്തഹിയാത്തും 3ാം റക്അത്തിലൊരു അത്തഹിയാത്തും ഓതിക്കൊണ്ട് 3 റക്അത്ത് ഒന്നിച്ചു നിസ്കരിക്കുമ്പോൾ കറാഹത്ത് തന്നെ വരും. അതില്ല. 3ാമത്തെ റക്അത്തിൽ മാത്രം അത്തഹിയാത്ത് ഓതി 3ഉം കൂടി ഒന്നിച്ചു നിസ്കരിക്കുമ്പോൾ കൂട്ടി നിസ്കരിക്കൽ ഉത്തമമല്ല എന്ന ഖിലാഫുൽ ഔല വരും. കറാഹത്ത് വരൂല. ഓക്കെ. ഏതായാലും വേറിച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ. ആരും മയക്കെടുക്കാൻ എടുത്ത. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മളിപ്പോ നിസ്കരിക്കുമ്പോ തുണിയും എടുത്ത് തടിയും മറിച്ച് കുപ്പായിലാണ് നിസ്കരിച്ചാല് എന്തെങ്കിലും കറാഹത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ചോദ്യം കൊണ്ട് അനുവദിക്കെങ്കിൽ അതും കൂടി ചോദിക്കാം. അസ്സലാമു അലൈക്കും. തുണി കൊടുത്ത് ഔറത്ത് പൂർണ്ണമായി മറിഞ്ഞതിന് ശേഷം തല മാത്രം മറിച്ച് നിസ്കരിച്ച് ചുമല് തുറന്നിട്ട് ആ കറാത്ത് വരും. അതേ സമയത്ത് തലയും ചുമലും മറച്ചുകൊണ്ട് നിസ്കരിച്ചാൽ സുന്നത്ത് പൂർണ്ണമായി കിട്ടും. രണ്ടിനും കൂടി ഇല്ലെങ്കിൽ ചുമല് മറക്കലാണ് തല മറക്കുന്നതിനേക്കാൾ അഫ്ളൽ. മനസ്സിലായില്ലേ? ഇനി ഒരാള് ആകെ ഒരൊറ്റ തുണിയുള്ളൂ,
എന്നാൽ അതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ചെയ്യാവും. കാരണം മുട്ടുമുക്കളുടെ മറക്കലല്ലേ പുരുഷന്മാർക്ക് നിർബന്ധമുള്ളൂ. സുന്നത്ത് കിട്ടണമെങ്കിൽ ചുമലും തലയും കൂടി മറക്കൽ സുന്നത്താണ്. അത് രണ്ടും സുന്നത്താണ്. തല തുറന്നിടലും ചുമല് തുറന്നിടലും കറാഹത്താണ്. അതിൽ ചുമല് തുറന്നിടൽ കഠിനമായ കറാഹത്താണ്, തല തുറന്നിടലും കറാഹത്താണ്. രണ്ടും കൂടി മറച്ചാൽ വളരെ നന്നായി. രണ്ടാലും ഒന്നിനേ ഉള്ളൂങ്കിൽ ചുമല് മറക്കുക, രണ്ടിനും കൂടി ഉണ്ടെങ്കിൽ തലയും ചുമലും മറക്കുക. അത് സുന്നത്താണ്. മറിച്ചാവുമ്പോൾ കറാഹത്ത് വരും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് ദുആ ചെയ്യും വേണ്ടി മൈക്ക് ചോദിച്ചിട്ട് രണ്ടാമത് വരണ്ട വെച്ചിട്ടാ, സമയമില്ലല്ലോ. ഉസ്താദ് പറഞ്ഞ സമയം ആയിട്ടുണ്ട് ഏകദേശം. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ പെങ്ങളെ കുട്ടിക്ക് 8 മാസം പ്രായമായിട്ട് പ്രസവിച്ചിട്ട് ആ കുട്ടിക്ക് ഷുഗർ കൂടിയിട്ട് 400, 480, 300 ഒക്കെ വരികയാണ്. അങ്ങനെ ഒരു ദിവസം 10ഉം 12ഉം തവണ അതിനെ പരിശോധിക്കണം. വളരെ പ്രയാസത്തിലാണ്. ഒരിക്കൽ മരിച്ചു എന്ന് കരുതിയതാണ്. അങ്ങനെ വളരെ ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകൻ അറിയിച്ചിരുന്നു. അതോടൊപ്പം വേറെ സുഹൃത്തിന്റെ ബന്ധപ്പെട്ട ഒരു സ്ത്രീ, ഭാര്യ തോന്നുന്നു, കുറെ ആൾക്കാർ PMയും വിളിക്കുമ്പോൾ അത് ഓർമ്മ പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല. 7ാം മാസത്തിൽ തന്നെ പ്രശ്നങ്ങൾ വന്നിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഹോസ്പിറ്റലിൽ വളരെ ബുദ്ധിമുട്ടിലാന്ന് അറിയിച്ച് 2 വിഷയം ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തുക. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഒരുപാട് ആളുകൾ കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ 35-നാണ് ഇവിടെ ബാങ്ക്. ഇപ്പൊ 30-ആയി. അപ്പൊ ഇനി തുടരാൻ സമയം ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് ദ്വാരക്കണം. കാരണം ക്ലാസ് പോലെ തന്നെ പ്രധാനമാണ്. നമ്മൾ ദ്വാരക്കാൻ അഹിലല്ലെങ്കിലും നമ്മൾ ഈ മജ്ലിസിൽ ഇരുന്ന് ദ്വാരക്കുമ്പോൾ കുറെ ആളുകൾ ഇഖ്ലാസോട് കൂടി ആമീൻ പറയുന്നവരുണ്ട്. അതുകൊണ്ട് പല സുഹൃത്തുക്കൾക്കും വലിയ ഹൈറ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ നിലക്കാണ് അവർ പറയുന്നത്. അപ്പൊ അതും നമ്മൾ പരിഗണിക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവരോട് ക്ഷമ ചോദിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ തുടർന്നും ആവാം. 30 കഴിഞ്ഞു. കാരണം ആകെ 35 ഉള്ളൂ. 35-ന് ബാങ്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ബാക്കി എല്ലാവരും ഓരോരുത്തർ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. നമ്മൾ മൊത്തം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അഷ്റഫുൽ ഖൽഖായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, മഹാന്മാരുടെ ഒക്കെ ബറക്കത്തുകൊണ്ടും ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ടും ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ ഒരുപാട് മുഅ്മിനാത്തുകളുണ്ട്. അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും, പ്രത്യേകിച്ച് ആ ദുആ ചെയ്യാൻ പറഞ്ഞ അവരുടെ ആ രോഗവും പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി ശിഫയും ആഫിയത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിനക്ക് കഴിയാത്തതായ ഒന്നുമില്ല, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഞങ്ങൾ നിസ്സഹായരാണ്. നിന്റെ സഹായമല്ലാതെ, നിന്റെ കാരുണ്യമല്ലാതെ ഞങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. ഹബീബിന്റെ ഹക്ക് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബ് നീ എല്ലാ നിലക്കുള്ള സമാധാനവും ശിഫയും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളൊക്കെ പാവികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ മഗ്ഫിറത്തല്ലാതെ ഞങ്ങളുടെ ഇബാദത്തുമായി ഒന്നും നിന്നെ സമീപിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ മഗ്ഫിറത്തൊന്ന് അനുഗ്രഹിച്ച് സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടുകൂടി ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. നീ വെറുത്തതും വിരോധിച്ചതുമായ കാര്യങ്ങളിൽ നിന്നിട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പടച്ചവനെ, രോഗങ്ങളെ കൊണ്ടും മറ്റ് ഞെരുക്കങ്ങൾ, പ്രയാസങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർക്കൊക്കെയും നീ ഹൈറായ ഫത്ഹ് കൊടുക്കണേ അല്ലാ. ബറക്കത്തും റാഹത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ഹൈറുള്ള ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ. ഇഖാമയും തനാസുലും ഒക്കെ ആയി ബന്ധപ്പെട്ട വിഷമങ്ങളുള്ളവർ അത്തരം വിഷമങ്ങളിൽ നിന്നൊക്കെ നീ സലാമത്താക്കണേ അല്ലാ. കിട്ടാനുള്ള കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടി സലാമത്താക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. റഹ്മുറാഹിമായ റബ്ബേ, ഗർഭിണികൾക്ക് നീ റാഹത്തുള്ള സുഖപ്രസവം കൊടുക്കണേ തമ്പുരാനെ. മക്കളില്ലാത്തവർക്ക് നീ ഹൈറായ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമീങ്ങളുമാക്കി നിലനിർത്തിത്തരണേ അല്ലാ. എല്ലാവിധ ബിദ്അത്ത്, വലാലത്ത്, ഫസാദിനെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് ഭീകരമായ മാറാവ്യാധി രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഒന്നുപെട്ട രോഗത്തിൽ നിന്നൊക്കെ നീ ഷിഫയും ആഫിയത്തും തരണേ റഹ്മാനെ. കൊറോണ വൈറസ് പോലെയുള്ള ഭീകരമായ പകർച്ചവ്യാധി രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. ഇത്തരം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നിട്ടും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ നാടുകളിൽ നിന്നിട്ടും നീ അതിനെ ഉയർത്തിക്കളഞ്ഞ് സലാമത്തും ആഫിയത്തും തരണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ,
പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ആക്സിഡന്റ് അപകടങ്ങളിൽ നിന്നിട്ട് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. റോട്ടിൽ പടഞ്ഞ് മരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. മരണശേഷം കീറി മുറിക്കപ്പെടുന്ന അവസ്ഥ നീ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ ജീവിക്കാനും കുടുംബം പോറ്റാനും ഹലാലായ ഐശ്വര്യം തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ഖൈറും ബറക്കത്തും സലാമത്തും ആഫിയത്തും കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളെ ഒരമാക്കന്മാർ, ഞങ്ങളെ സാദാത്യങ്ങൾ, അവർക്ക് നീ സലാമത്തും ആഫിയത്തും നിന്റെ ദീനിന്റെ മാർഗത്തിലായി ദീർഘായുസും ഖൈറിനുള്ള തൗഫീഖും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ശത്രുക്കളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഉപദ്രവങ്ങളിൽ നിന്നിട്ടും വിരോധങ്ങളിൽ നിന്നിട്ടും ശത്രുതയിൽ നിന്നിട്ടും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റഹമുറാഹിമായ റബ്ബേ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും അവരോടൊക്കെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള ആഫിയത്തിന് നിലനിർത്തി തരണേ തമ്പുരാനെ. അവസാനം കടപാടുകളൊക്കെ വീട്ടി വസിയത്ത് പറഞ്ഞ് റബ്ബേ, നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തരണേ അല്ലാഹ്. മരിക്കുന്നതിന് മുന്നേ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം സ്വപ്നത്തിൽ നീ കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, അതുപോലെ ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ ഒരുപാട് മഹാന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, കുടുംബങ്ങളുണ്ട്, സ്നേഹജനങ്ങളുണ്ട്. അവർക്കൊക്കെ നീ ആഖിറം സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, നാളെ മഹ്ശറയിൽ ചുട്ടുപൊള്ളുന്ന സമയത്ത് നിന്റെ അർശിന്റെ തന്നേക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ എളിവരായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ഹബീബിന്റെ ചാരത്താണ് ഞാൻ ഷർഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ഷഫായത്ത് ലഭിച്ച് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ഹിസാബ് നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ചെല്ലണേ അല്ലാഹ്. റബ്ബേ, പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകിടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അംബിയ ഔലിയ ശുഹദാ സാലിഹീങ്ങളുടെ ജിവാറിൽ ഒരുമിച്ചുകൂടി നിന്റെ നിക്കാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അമ്മോഷന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ മക്കൾ, സഹോദരന്മാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശ ചെയ്തവർ, ഞങ്ങളോട് ദുആ വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ വസിയ്യത്ത് ഏറ്റെടുത്ത എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും ദുന്യാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ആഫിയത്തിലും ആക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഅൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.